ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ കഥ. ബൗണ്ടറി ലൈനിൽ നിന്നും പന്ത് തട്ടിയിട്ട് ഡൈവ് ചെയ്ത് തകർപ്പൻ ക്യാച്ച് എടുക്കുന്ന ദിനേശ് കാർത്തിക്കാണ് ഈ ചിത്രത്തിലുള്ളത്. DK ആസ് എ ഫീൽഡർ, നോട്ട് ആസ് എ വിക്കറ്റ് കീപ്പർ. അതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഭാവികമായും ദിനേശ് കാർത്തിക് വളരെ അപൂർവമായിട്ടാണ് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാറുള്ളത്. ബേസിക്കലി നമുക്കറിയാം പുള്ളി ഒരു വിക്കറ്റ് കീപ്പറാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഓൾറെഡി KL രാഹുൽ അവിടെ വിക്കറ്റ് കാത്തതോടെയാണ് DK ഒരു ഫീൽഡറായി ഈ ടീമിൽ ഇറങ്ങിയത്. 2019 ന്യൂസിലാൻഡ് സീരീസിലെ ഒരു 2020 മത്സരമാണ് പശ്ചാത്തലം. ഈ മത്സരത്തിൽ ഇങ്ങനെ ഒരു തകർപ്പൻ ക്യാച്ച് എടുത്തത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും DK ആയിരുന്നു ഈ മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. വേറൊന്നും കൊണ്ടല്ല, ഈ ഇന്ത്യ ന്യൂസിലാൻഡ് T20 മത്സരത്തിലെ ദിനേശ് കാർത്തിക് എടുത്ത ക്യാച്ചുകളും പാഴാക്കിയ ക്യാച്ചുകളും ആരാധകരിൽ അന്ന് ചിരി പടർത്തിയിരുന്നു. ഏതോ സിനിമയിൽ സുരാജ് വെഞ്ഞാറമോട് പറയുന്നത് പോലെ, അയ്യോ എനിക്ക് സിമ്പിൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കഠിനമായ വല്ലതും തരൂ, ഞാൻ ഈസിയായി ചെയ്യാം എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ മത്സരത്തിലെ ദിനേശ് കാർത്തിക്കിന്റെ ഗ്രൗണ്ടിലെ പ്രകടനം. മത്സരത്തിലേക്ക് വരുമ്പോൾ ന്യൂസിലാൻഡിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ടിം സ്റ്റീഫേർട്ട് 11ാം ഓവറിലെ അവസാന പന്തിൽ കൈയിലേക്ക് നേരെ നൽകിയ ഒരു ക്യാച്ച്, ഒരു ഡോളി ദിനേശ് കാർത്തിക് കൈവിട്ടപ്പോൾ ആരാധകരൊക്കെയും ഒരു നിമിഷം അമ്പരന്നിരുന്നു. അത്ര എളുപ്പമൊന്നും ചോരാത്ത കൈകൾക്ക് പേര് കേട്ടയാളാണ് DK. ഗംഭീര ഫീൽഡർ കൂടിയാണ്. വിക്കറ്റ് കീപ്പറായൊക്കെ തകർപ്പൻ ക്യാച്ചുകൾ എടുക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, IPL-ലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഒക്കെ. ആ DK ആണ് അത്രയും ഈസി ക്യാച്ച് എന്ന് 11ാം ഓവറിൽ വിട്ടുകളഞ്ഞത്. ആരാധകരുടെ കണ്ണിൽ അതോടെ കളിയിലെ വില്ലനായി മാറി ദിനേശ് കാർത്തിക്. ആ ഈസി ക്യാച്ച് പായാക്കിയതിന്റെ കടം പക്ഷേ അദ്ദേഹം തീർന്നത് 15ാമത്തെ ഓവറിൽ ബൗണ്ടറി ഉറപ്പിച്ച ഒരു ക്യാച്ച്. ഈ ക്യാച്ച് അസാമാന്യ മെയ്വഴക്കത്തോടെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോഴാണ്. ആ ബൗണ്ടറിയിൽ ക്യാച്ചാണ് ഈ ചിത്രത്തിലുള്ളത്. ആ ബൗണ്ടറി ഉറപ്പിച്ച പന്ത് അദ്ദേഹം തട്ടിയിടുന്നു, മുന്നോട്ടേക്ക് ഡൈവ് ചെയ്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഈ മത്സരത്തിൽ പിന്നെയും ഉണ്ടായി തമാശ. അതിനുശേഷം 18ാമത്തെ ഓവറിൽ ആദ്യ ക്യാച്ച് പോലെ വളരെ ഈസിയായി കൈയിലേക്ക് വന്ന മറ്റൊരു ക്യാച്ച് കൂടി കൈവിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ കമന്റേറ്റർമാർ അടക്കം അന്ന് അന്തം വിട്ടിരുന്നു. വില്ലൻ, നായകൻ, പിന്നെ വീണ്ടും വില്ലൻ എന്ന ടാഗാവും കളിയിൽ ദിനേശ് കാർത്തിക്കിന് ചേരുക എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും അന്ന് ട്രെൻഡിങ് ആയിരുന്നു.